ചടങ്ങ്. കുർബാന കഴിഞ്ഞ പള്ളിയിൽ ബാപ്റ്റിസത്തിന് ചടങ്ങ് ആരംഭിക്കുന്നത്. എടി എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ? यही काम है, तीनों मोटी हो गया। आप फिर मिलेंगे भाई। अच्छा ठीक है। മാലിയുടെ വർക്ക് ചെയ്യുന്ന ആലീസിന്റെ കുഞ്ഞിന്റെ ബാപ്റ്റിസം 10:30 ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ചടങ്ങിന് പോകുന്ന വിവരം എന്നോട് പറയണ്ടേ? അതോ അതിന്റെ ആവശ്യമില്ല, എന്റെ അനുമതി വേണ്ട എന്നാണോ? അതച്ഛാ ഇവിടെ പറഞ്ഞു കാണുന്നത് ഞാൻ കരുതിയത്. ഞാൻ വിചാരിച്ചു അച്ഛനോട് നീ പറഞ്ഞാണോ എന്ന്. ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി, ഇനി അച്ഛൻ അച്ഛന്റെ പണി നോക്കട്ടെ എന്ന വിചാരമാണോ? ഒഫീഷ്യൽ ടൂർ എന്ന് പറഞ്ഞ് ഒരുത്തി ഇന്നലെ പോയതാ. പല പ്രാവശ്യം വിളിച്ചു, ഒന്നുകിൽ ഫോൺ സ്വിച്ച് ഓഫ്, അതല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. എന്തിനാ നീയൊക്കെ ഫോൺ കൊണ്ട് നടക്കുന്നത്? വിളിച്ചാൽ എടുക്കണം, അതല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിച്ച് പറയണം. അച്ഛാ ദേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്തിനാ നിനക്കൊക്കെ വിവരവും വിദ്യാഭ്യാസവും നൽകിയത്? അച്ഛാ അത് ഒഫീഷ്യൽ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കർശനമായി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം. മിക്കവാറും കഴിയുമ്പോൾ ഏറെ വൈകും. അതായിരിക്കും മാളവി അച്ഛൻ വിളിച്ചപ്പോ കിട്ടാതിരുന്നത്. ഞാനവിടെ പുലർച്ചെ വിളിച്ചിരുന്നു, അവൾ ഓൺ ദ വേയില. സൺഡേ ഒരു വീക്കിലെയോ ആ ദിവസം പോലും മക്കൾക്ക് അച്ഛനോടൊരു അല്പസമയം ഇരിക്കാൻ പറ്റില്ല. തിരക്ക്. 3 പെൺമക്കൾ അച്ഛൻ സ്വന്തമായി ചായ ഇട്ട് കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം. ഞങ്ങളെ ജോലിക്കാരാക്കണമെന്ന നിർബന്ധം അച്ഛനായിരുന്നു. എന്റെ മക്കൾ ആരെയും ആശ്രയിക്കാൻ ജീവിക്കാൻ പ്രാപ്തരാകണം എന്ന് വാശി. മറ്റാരെയും ആശ്രയിക്കാതെ ഞാൻ തനിയെ വളർത്തിയ മക്കള്. ബാപ്റ്റിസത്തിന് പോകാൻ സമയമായി. മടങ്ങി വന്നിട്ടേ ഞങ്ങളുടെ പക്ക സ്പെഷ്യൽ മട്ടൺ ബിരിയാണി പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരാം. ഇല്ല ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാം. സത്യം. അച്ഛന് ഭക്ഷണമൊക്കെ ഒരുക്കി തന്ന് അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എനിക്ക് ബാങ്കിലല്ലേ ജോലി, ഇവൾക്ക് IT പാർക്കിലും. പഴയതുപോലെ അല്ല. രാവിലെ 8 മണിക്ക് പോകണം, രാത്രി 8 മണിക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ ഭാഗ്യം. ന്യൂ ജനറേഷൻ വർക്കാ. ജോലി ചെയ്യുന്നവരുടെ ആഫീസ് കൂട്ടും. അച്ഛൻ മുതിർന്ന മക്കളുടെ ജീവിതത്തിൽ വല്ലാതെ ഇടപെടുന്നു എന്ന് തോന്നും. നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാനല്ലാതെ വേറെ ആരാ? ഒരു പ്രസവത്തിൽ പിറന്ന 3 മക്കൾ. ജന്മം തന്നെ അമ്മ ഡെലിവറി റൂമിൽ മരണപ്പെട്ടു. ക്യാപ്റ്റൻ വിക്രമൻ നമ്പ്യാർ 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും ആശങ്കയായിരുന്നു. പതറിയില്ല ഞാൻ. ഇന്ന് 25 വയസ്സുള്ള 3 പെൺമക്കൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ ജീവിത വിജയത്തിന്റെ എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമാണ് അച്ഛന്. എന്റെ ജീവിതത്തിൽ നിന്ന് 75 വർഷം കവർന്നെടുത്ത മക്കളാ നിങ്ങൾ. ഒരു പട്ടാളക്കാരൻ രാജ്യത്തിന് കാവൽ നിൽക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഒരു പിതാവ് തനിച്ച് അമ്മയില്ലാത്ത 3 പെൺമക്കൾക്ക് കാവൽ നിൽക്കുന്നത്. ഞാൻ വല്ലാതെ ബോറടിക്കുന്നുണ്ടോ? അച്ഛൻ ഞങ്ങളെ കരയിക്കും. നമുക്ക് ബാപ്റ്റിസത്തിന് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോവുക. എന്റെ മക്കളെ ഇവിടെ ഇന്നടത്തുകൊണ്ട് എന്നൊരു സമാധാനം. ഇല്ലെങ്കിൽ മനസ്സ് മക്കളെ തേടി ബേജാറായി ഇങ്ങനെ അലഞ്ഞു നടക്കും. എടാ ബാങ്ക് കൂട്ടാ, ഇങ്ങോട്ടൊന്ന് നോക്കടാ. സാറേ നീ ആ കാറ്റൊന്ന് ഊരി വിട്. ഇങ്ങോട്ട് വാ.
മോളെ ഇവിടെ എത്തി? ബസ്സിലാണോ ട്രെയിനിലാണോ? അച്ഛൻ സ്റ്റേഷനിലോട്ട് വരണോ? ആ, ഒരു കാര്യം ചെയ്യാം, രേവതി ഇവിടെ നിന്നെ പിക്ക് ചെയ്യാൻ പറയാം. എന്താ മോളെ, ആട്ടോ പിടിച്ച് പോരുന്നോളാർന്നോ? മോളെ സൂക്ഷിക്കണേ. ഓക്കെ.